നിലമ്പൂരിൽ എൻഡിഎയുടെ സ്ഥാനാർത്ഥി ശ്രീ മോഹൻ ജോർജും ഈ സജീവ പ്രചരണത്തിലാണ്. കോടതിയിലാണ് ആദ്യം. അതെ, കോടതിയിൽ ഞാൻ ഇന്നലെ മജിസ്ട്രേറ്റിനെ കണ്ടിരുന്നു, ഇവിടെ വക്കീലന്മാരെ കണ്ടിരുന്നു. ഇന്ന് പിന്നെ ഞങ്ങൾ പ്രചരണം തുടങ്ങിയപ്പോൾ ഇവിടെ ഒന്നുകൂടെ വന്നു. വളരെ ശുഭപ്രതീക്ഷയാണ് ഇവിടുത്തെ. ഞാൻ ഇന്നും വരുന്ന കോടതിയല്ലേ, അപ്പോൾ ഇവിടുത്തെ വക്കീലന്മാരെയും സ്റ്റാഫിനെയും ഒക്കെ ഒന്ന് കണ്ടു. ഒന്ന് ഉറങ്ങിണീച്ചപ്പോൾ സ്ഥാനാർത്ഥി ചെയ്യുന്നതാണ് പ്രചരണം നടക്കുന്നത് മറ്റു പല പാർട്ടിക്കാരുടെ. എങ്ങനെ കാണുന്നത്? അതിനെ ഞാൻ പോസിറ്റീവാണ് കാണുന്നത്. ഞാനങ്ങനെ ഒരു സ്ഥാനത്തിന് വേണ്ടി ആഗ്രഹിച്ച ഒന്നും ആളുമല്ല. പക്ഷേ എൻ്റെ കഴിഞ്ഞ 47 വർഷത്തെ രാഷ്ട്രീയ പ്രവർത്തനം അത് ആളുകൾ വിലയിരുത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു മത്സരം വന്നപ്പോൾ തീർച്ചയായിട്ടും എനിക്ക് BJP-യിൽ വലിയ പ്രതീക്ഷയുണ്ട്. ഞാൻ മാത്രമല്ല, ഒരുപാട് പേര് ഈ മേഖലയിൽ നിന്നും BJP ഡിസ്ഗേസ്ഡ് BJP ഒരുപാട് പേരുണ്ട്. ജെയിംസ് ഉൾപ്പെടെയുള്ള ആളുകൾ ഇവരൊക്കെ BJP-ക്കാരാണ്. ഞങ്ങൾ ഒന്നിച്ച് തീരുമാനിക്കുന്നവരാണ്. BJP-ക്ക് ഇവിടെ നല്ല മുന്നേറ്റം ഉണ്ടാകും തീർച്ചയായിട്ടും. ആളുകൾ പുറത്ത് പറയാനൊക്കെ മടിയല്ല, ഒരു അവസരം കിട്ടാത്തതുകൊണ്ട് പറയാത്ത അങ്ങനെ ഒരുപാട് BJP-ക്കാർ ക്രിസ്ത്യാനികളുടെ ഇടയ്ക്കുണ്ട്, എല്ലാ ജനവിഭാഗങ്ങളുടെ ഇടയ്ക്കുണ്ട്. ഇവിടെ BJP ശക്തമാകും. LDF-ഉം UDF-ഉം ഒരേപോലെ പറയുന്ന ഒരു ആരോപണം സ്പോൺസേഡ് സ്ഥാനാർത്ഥി എന്നുള്ളതാണ്. എനിക്കതിനെപ്പറ്റിയൊന്നും മറുപടി പറയാനില്ല. ഞാൻ കഴിഞ്ഞ 47 വർഷമായിട്ട് ഇവിടെ രാഷ്ട്രീയത്തിലുള്ള ആളാണ്. ആരെ സ്പോൺസർ ചെയ്യുന്നു? ആരും എന്നെ സ്പോൺസർ ചെയ്യുന്നില്ല. എന്തൊക്കെയാണ് പ്രചരണ വിഷയങ്ങൾ? നിലമ്പൂരിന്റെ വികസനമാണ്, സമഗ്ര വികസനമാണ് ഞങ്ങളുടെ പ്രചരണം, ഏറ്റവും വലിയ പ്രചരണ വിഷയം. ഇവിടെ വന്യജീവി മനുഷ്യ സംഘർഷമുള്ള സ്ഥലമാണ്, അതിന് പരിഹാരം കാണണം. അതാണ് ഞങ്ങളുടെ മുഖ്യ പ്രചരണ വിഷയം. പിന്നെ വികസിത ഭാരതമെന്നാണ് ബഹുമാന്യനായ നരേന്ദ്രമോദിയുടെ മുദ്രാവാക്യം. അത് വികസിത കേരളം എന്നുള്ളതാണ് നമ്മുടെ രാജീവ് ചന്ദ്രശേഖർജിയുടെ മുദ്രാവാക്യം. ഞങ്ങളുടെ മുദ്രാവാക്യം വികസിത നിലമ്പൂർ. തീർച്ചയായിട്ടും അതിന് വികസനം ഉണ്ടാവും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. നിലമ്പൂരിൽ മത്സരിക്കേണ്ടെന്നൊരു നിലപാടിൽ BJP എത്തിയത് പ്രചരണത്തിലേക്ക് ഒരു തടസ്സമാവുന്ന സാഹചര്യം? ഒരു തടസ്സവുമില്ല. BJP ഒരു വലിയ രാഷ്ട്രീയ പ്രസ്ഥാനമാണ്, ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിയാണ്. അവർക്ക് എല്ലാ കാര്യങ്ങളും തീരുമാനിക്കണം, അതിൻ്റെതായ ചർച്ചകൾ നടത്തേണ്ടി വരും, NDA-ആയിട്ടുള്ള ചർച്ചകൾ നടത്തേണ്ടി വരും. അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ അങ്ങനെ വിചാരിച്ചത്. ഇപ്പോൾ കാലം മാറിയില്ലേ, ജനങ്ങൾ BJP അംഗീകരിച്ചു, ജനങ്ങൾ BJP-യിലേക്ക് കടന്നു വരുന്നു. തീർച്ചയായിട്ടും ആ മാറ്റം നിലമ്പൂരിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. എന്താണ് പ്രതീക്ഷിക്കുന്നത്? നിലമ്പൂരിൽ വിജയമാണ് പ്രതീക്ഷിക്കുന്നത്. വിജയത്തിൽ കുറഞ്ഞൊന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. ആ മാറ്റം ഞങ്ങൾ പോകുന്നുണ്ട്. വലിയ ശക്തമായ അടിയൊഴുക്കുകൾ ഉണ്ടാകുന്നുണ്ട് നിലമ്പൂരിൽ. എന്നെ പലരും വിളിക്കുന്നുണ്ട്, പലരും ബന്ധപ്പെടുന്നുണ്ടാകും. എനിക്ക് മനസ്സിലാവും ശക്തമായ ഒരു അടിയൊഴുക്ക് നിലമ്പൂരിലുണ്ട്. താങ്കൾക്ക് കൃത്യമായ ഒരു കാര്യം കൂടെ ഞാൻ പറയാം. ഇപ്പോൾ 2004 PC തോമസ് മൂവാറ്റുപുഴയിൽ മത്സരിക്കുമ്പോൾ അദ്ദേഹത്തെ എല്ലാവരും എഴുതി തള്ളിയ ആളാണ്. പക്ഷേ അദ്ദേഹം പാലായിൽ ഉൾപ്പെടെയുള്ള സ്ഥലത്ത് NDA-യുടെ സ്ഥാനാർത്ഥികൾ മുന്നിൽ വന്നു. തീർച്ചയായിട്ടും ആ ഒരു മുന്നേറ്റം ഇവിടെ ഉണ്ടാവും. ഒറ്റയ്ക്ക് നിൽക്കുന്നതുകൊണ്ടോ ഒരു ചെറിയ മുന്നണിയാണെന്ന് പറഞ്ഞിട്ട് പ്രശ്നമൊന്നുമില്ല. പക്ഷേ ജനങ്ങളാണ് തീരുമാനിക്കുന്നത്. മേഖലാ ജനത മുഴുവൻ അങ്ങയുടെ കൂടെ നിൽക്കുന്ന പ്രതീക്ഷിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും മലയോരത്തിൽ ബഹുഭൂരിപക്ഷം പേരും എന്നെ വിളിക്കുന്നുണ്ട്. പലയിടത്തും പിന്നെ സ്വീകരണം അങ്ങോട്ട് ചെല്ലണമെന്ന് പറയുന്നുണ്ട്. കാരണം ഞാൻ ഈ മേഖലയിൽ 47 വർഷം രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയാണ്. മലയോര മേഖലയിൽ ഇവിടെ കല്ലും മുള്ളും നിറഞ്ഞ ഈ പാതകളിലൊക്കെ ഞാൻ നടന്നു പോയി കേരള കോൺഗ്രസ് പാർട്ടി അങ്ങനെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയാണ്. അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. എന്നാൽ KC വേണുപോലൊക്കെ മധ്യപ്രദേശിലും മറ്റ് ഇടങ്ങളിലൊക്കെ ക്രിസ്തീയ വിഭാഗക്കാർ നേരിടുന്ന അതിക്രമത്തെക്കുറിച്ചും ക്രൂരതയെക്കുറിച്ചൊക്കെയാണ് വലിയ പ്രചരണം നടത്തുന്നത്. BJP അവിടെ ഒരു മതചിഹ്നം വോട്ടിന് വേണ്ടി ഉപയോഗിക്കുന്നു എന്ന തരത്തിലുള്ള പ്രചരണം. BJP ശക്തമാണെന്ന് കാണുമ്പോൾ ഞങ്ങൾ BJP-ക്കെതിരെ ഒരു പ്രചരണം നടത്തും. BJP ശക്തമാകുന്നു എന്ന് മനസ്സിലാക്കുമ്പോൾ അങ്ങനെ ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. ആ കാര്യത്തിൽ അവിടുത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടു. BJP ഒരിക്കലും ഒരു വർഗീയ പാർട്ടിയൊന്നുമല്ല, ഒരുപാട് ക്രിസ്ത്യൻ സമൂഹത്തിന് ഒരുപാട് ഉപകാരം ചെയ്ത പാർട്ടിയാണ്. അവരെ പ്രചരണം നടത്തുന്നത് ഞങ്ങൾ ശക്തിയാകുന്നു എന്നുള്ളതിന് തെളിവാണ്. ക്രിസ്തീയ മേഖലയിൽ നിന്ന് പിന്തുണ പ്രതീക്ഷിക്കുന്നു. തീർച്ചയായിട്ടും ക്രിസ്തീയ മേഖലയിൽ നിന്നല്ല, ഞാനിവിടെ 35 വർഷമായി വക്കീലാണ്. എനിക്ക് ഒരുപാട് ജനങ്ങളുമായിട്ട് ബന്ധമുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും എല്ലാ മേഖലയിലും ഞാൻ പിന്തുണ പ്രതീക്ഷിക്കുകയാണ്. ആത്മവിശ്വാസത്തോടെ തന്നെയാണ് അദ്ദേഹത്തിന്റെ പ്രചരണം പുരോഗമിക്കുന്നത്. കൃത്യമായ വികസനം മുന്നോട്ട് വെച്ച് രാഷ്ട്രീയം പറഞ്ഞു തന്നെയാണ് അദ്ദേഹം വോട്ട് തേടുന്നത്. രജിത് കോങ്ങാടിനൊപ്പം CB അനുമോദ്, News 18.